എല്ലാവർക്കും കേരള കിച്ചൻ മോം റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചീര അവിയലാണ്. അപ്പോൾ ചീര അവിയൽ എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചച്ചീര ഉണ്ടല്ലോ, അതിൻ്റെ തണ്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സാധാരണ ഇത് ചുമന്ന ചീരയുടെ തണ്ട് വെച്ചുണ്ടാക്കുമ്പം നല്ല കളർഫുള്ളായിരിക്കും. നല്ല ഏകദേശം ഒരേ ടേസ്റ്റാണ്. പച്ചച്ചീരയ്ക്കും ചുവന്ന ചീരയ്ക്കും ഒരേ ടേസ്റ്റാണ്. അപ്പം ചുവന്ന ചീര വെച്ച് ഉണ്ടാക്കുമ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഈ ചീരയുടെ തണ്ട് ഇതേ നീളത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. എനിക്കിപ്പം കിട്ടിയ ചീരയിൽ നല്ല കട്ടിയുള്ള തണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ചീരവിൽ ഉണ്ടാക്കാമെന്ന് വെച്ചത്. അപ്പം എല്ലാ തണ്ടും നമുക്ക് ഇതേപോലെ ഇല നമ്മൾ കുറച്ചിട്ടാൽ മതി. ഞാനിപ്പം ഇല അങ്ങനെ അധികം ഇടുന്നില്ല. ഇല ഞാൻ സെപ്പറേറ്റ് ചീരത്തോരൻ വെച്ചു. അപ്പോൾ ഞാൻ വെച്ചെന്ന തണ്ട് ചീര അവിയൽ വെക്കാമെന്ന്. അപ്പോൾ ഇതേപോലെ നമുക്ക് ആ തണ്ട് നമ്മൾ മുരിങ്ങയ്ക്കൊക്കെ മുറിച്ചെടുത്തില്ലേ, അതേ വലിപ്പത്തിൽ നമുക്കിതുപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഇത് 2 പിടി ചീര, അതായത് ഇപ്പോൾ ലുലുന്നൊക്കെ വാങ്ങുമ്പോൾ ഞാനിവിടെ ലുലുന്ന് കിട്ടിയതാണ് എനിക്ക് നല്ല ചീര. അപ്പോൾ അതിൻ്റെ 2 പിടി ചീരയാണിത് കേട്ടോ. അത് 2 കെട്ട് ചീര, അതിൽ നിന്നുള്ള തണ്ടാണ് ഇത്രയും തണ്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതിങ്ങനെ നീളത്തിൽ നമുക്കിത് മുറിച്ച് എടുക്കാം. അതുപോലെ തന്നെ നിങ്ങളിപ്പം ചീരത്തോരൻ വെക്കുന്ന സമയത്ത് ഇതുപോലെ കട്ടിയുള്ള തണ്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ മുറിച്ചതിന് ശേഷം നിങ്ങൾക്ക് അടപ്പ് നന്നായിട്ട് മുറുക്കി അടപ്പുള്ളൊരു പാത്രത്തിൽ വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ അത് ഏകദേശം ഒരാഴ്ച വരെയൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത ചീര എടുക്കുന്ന സമയത്തും തണ്ട് കിട്ടുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് വെക്കാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം. ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ നാൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അത് ഇരുന്നിട്ട് നമുക്ക് എപ്പോഴാണോ കൂടുതൽ തണ്ട് കിട്ടുന്നത് എല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് നമുക്ക് ചീരവിൽ വെക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇത് സൂക്ഷിക്കാം, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും. അപ്പം നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ചുകൂടെ ഐറ്റംസ് വേണം. സാധാരണ നമ്മൾ നാട്ടിലൊക്കെ ചീരാവിൽ ഉണ്ടാക്കുമ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ചക്കക്കുരു ഉണ്ടല്ലോ, ചക്കക്കുരുവും അതുപോലെ തന്നെ മുരിങ്ങയ്ക്കയുമാണ് നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചക്കക്കുരു ഇല്ല, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കുറച്ച് ചേനയും അതുപോലെ തന്നെ നേത്രക്കായ ഉണ്ടല്ലോ, പച്ച ഏത്തക്കയും പിന്നെ മുരിങ്ങയ്ക്കയും പച്ചമാങ്ങയും. സാധാരണ നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചീരയുടെ തണ്ടും മുരിങ്ങയ്ക്കയും അതുപോലെ തന്നെ ചക്കക്കുരുവും കൂടാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് കൂടെ നമുക്ക് അരിഞ്ഞ് ചേർക്കാം. അതുപോലെ ചേനയും അതുപോലെ കായും ഒക്കെ നമുക്ക് ചേർക്കാം. അപ്പോൾ എൻ്റെ ഒരു ചക്കക്കുരു ഇല്ലാത്തതുകൊണ്ട് അത് മാത്രം ഇതിനകത്ത് ഞാൻ ചേർക്കുന്നില്ല, ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ ചേർത്ത് കൊടുത്തിരുന്നത്. അതായത് പച്ചമാങ്ങ. ഈ പച്ചമാങ്ങ എന്ന് പറയുന്നത് ഞാൻ ഏകദേശം 1 വർഷത്തോളം ആയ പച്ചമാങ്ങയാണ്. അത് ഞാൻ ഇതുപോലെ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചമ്മന്തി അരയ്ക്കാനും മീനകത്തൊക്കെ ഇടാൻ വേണ്ടി നമുക്കിത് ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഐസൊക്കെ മാറിക്കിട്ടും, നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. കണ്ടല്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിട്ട് കഴുകിയതേ ഉള്ളൂ. നന്നായിട്ട് ഐസൊക്കെ മാറിക്കിട്ടി ഞാൻ അതുപോലെ ചെറിയ പീസായിട്ട് ഇത് മുറിച്ചെടുത്താണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ മാങ്ങ ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഏകദേശം എൻ്റെ 1 വർഷത്തോളമായ മാങ്ങയാണിത് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരച്ച് ചേർക്കാനുള്ളത് കുറച്ച് തേങ്ങ എടുക്കാം. അതായത് ഒരു പിടി തേങ്ങ. പിന്നെ നിങ്ങൾ ഇപ്പം ചീരത്തണ്ട് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കഷ്ണങ്ങൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു അരമുറി തേങ്ങ വരെ ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ഞാൻ വെളുത്തുള്ളി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് സവാളയുടെ കുറച്ച് പീസ് ഇട്ട് കൊടുത്താലും മതി. പിന്നെ നമ്മൾ വേണ്ടത് ജീരകവും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും. ഇത്രയാണ് നമുക്ക് അരച്ച് ചേർക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചീര വേവാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുപോലെ ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ഏത്തക്കായും അതുപോലെ തന്നെ ചേനയാണല്ലോ, എല്ലാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് എനിവേ ചീര നമുക്ക് ഏറ്റവും മുകളിൽ ഇട്ട് കൊടുക്കാം, കാരണം അതങ്ങ് ശരിക്കും വെന്ത് അളിഞ്ഞു പോകരുതല്ലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, ബാക്കിയുള്ള കഷ്ണങ്ങൾ താഴെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ സെപ്പറേറ്റ് ഒന്നുമല്ല, മുരിങ്ങയ്ക്കൊന്നും സെപ്പറേറ്റ് അല്ല വേവിക്കുക, എല്ലാം ഒന്നിച്ചിട്ടാണ് നമ്മളിത് വേവിച്ച് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ രുചിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 1.5 ടീസ്പൂണാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമെങ്കിൽ ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ തേങ്ങ അരയ്ക്കാൻ നേരത്തും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ തൊട്ട് ഒരു 3/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമേ ഉള്ളൂ. ഇനിയും വെള്ളം
വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട, കാരണം ഇതൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഐറ്റംസാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ കേട്ടോ. ഒരു 1/4 കപ്പിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. കണ്ട, ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളം ഇതേപോലെയാണ് നിൽക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ആവി കയറി വരുന്ന സമയത്ത് വെള്ളം വറ്റി പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെന്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതുകൊണ്ട് എപ്പോഴും നമുക്ക് കുറച്ച് അളവ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രം നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് മാങ്ങയാണ്. മാങ്ങ നമുക്ക് ഏറ്റവും മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. മാങ്ങയുടെ പുളി അനുസരിച്ചാണ്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾ 1 പീസ് ഇട്ട് കൊടുത്താൽ മതി. പുളി കുറവുള്ളതാണെങ്കിൽ 2-3 പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ തൈരോ അതുപോലെ പുളി പിഴിഞ്ഞതോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ജസ്റ്റ് ഈ മാങ്ങയുടെ പുളി, പിന്നെ തക്കാളി ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ മാങ്ങയുടെ പുളിയിലാണ് നമ്മുടെ ഈ അവിയൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ തന്നെ ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചീരയുടെ ഇല വേണമെങ്കിൽ കുറച്ചും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ അധികം ചീരയിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അതിനകത്തുള്ള ചീരയില മാത്രമേ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഏകദേശം ഒരു 5-6 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് ഇടയ്ക്കും തുറന്ന് നോക്കാം വെള്ളം ഉണ്ടോ എന്നുള്ളതും അതുപോലെ നന്നായിട്ട് വെന്തോ എന്നുള്ളതും നോക്കാം. ഞാനൊരു 6-7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണ്. കണ്ടില്ലേ, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ നമ്മുടെ കഷ്ണങ്ങളൊന്നും വെന്തില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞങ്ങൾ വെള്ളമായിട്ടുള്ള അവിയലല്ല, ഇച്ചിരി ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള അവിയലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം അധികം ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കഷ്ണം എടുത്ത് നോക്കാം നന്നായിട്ട് വെന്തോ എന്നുള്ളത്. ഇത് ചീരയുടെ തണ്ട് ഇച്ചിരി ഒന്ന് വേവണം, കാരണം അധികം അങ്ങോട്ട് നമ്മൾ ഏറ്റവും മുകളിലാണ് ഇട്ട് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അധികം അങ്ങ് വെന്തങ്ങ് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഏറ്റവും മുകളിൽ ഇട്ട് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ചീരയുടെ തണ്ട് ഒട്ടും തന്നെ വെന്ത് അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല. പിന്നെ നമുക്ക് ജസ്റ്റ് ഇതൊന്നുകൂടെ ഒന്ന് ആവി കയറ്റി എടുക്കണം. ഇച്ചിരി കൂടെ ഒന്ന് വേവാനുണ്ട് കഷ്ണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും വെന്തങ്ങ് ഉടഞ്ഞു പോകും. ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ പച്ചമുളകിൻ്റെ എരിയും നമുക്ക് കഷ്ണത്തിൽ കിട്ടുകയും ചെയ്യും. അതങ്ങ് വെന്ത് ഉടഞ്ഞു പോകാണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ അരച്ചിക്കുമല്ല, നമ്മൾ ചതച്ചെടുക്കുകയാണ് നമ്മളെപ്പോഴും ചെയ്യുന്നത്. അധികം അങ്ങ് അരയുമല്ല, എന്നാൽ അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ ആണ് നമ്മൾ സാധാരണ നമ്മുടെ അവിയലിന് നമ്മൾ അരച്ചെടുക്കുന്നത്. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാനാണ് ഞാൻ തേങ്ങ നന്നായിട്ട് ഒതുക്കിയെടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയാണ് കേട്ടോ. അതാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത്. നമ്മുടെ ഈ ജീരകമൊക്കെ ഒന്ന് അരയുക, അത്രയേ ഉള്ളൂ. പിന്നെ വെളുത്തുള്ളിയും ജീരകമാണല്ലോ നമ്മൾ ഇട്ട് കൊടുത്തിരുന്നത്, അതൊന്ന് അരഞ്ഞ് കിട്ടുക, അത്രയും. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില വെച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി നമുക്കൊന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ എന്തായാലും അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. ഇൻ കേസ് വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതിയേ. ഇതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് ഒരു ആവിയും കൂടെ ഒന്ന് കയറ്റിയെടുക്കാം. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ആവി കയറിയതിന് ശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതുകൂടെ നമുക്കിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചീര അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ ചീര അവിയൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി തീ ഈ സമയത്ത് നമുക്ക് വേണേൽ ഓഫ് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് തന്നെ നല്ലൊരു ചൂടുണ്ടല്ലോ, അതിനകത്ത് ഇരുന്ന് തന്നെ ആ തേങ്ങയുടെ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം അടച്ചങ്ങ് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് ചൂടൊക്കെ ഒന്ന് മാറിയ ശേഷം എടുത്താൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പം തീ അങ്ങ് ഓഫ് ചെയ്തു. അതിന് ശേഷം ജസ്റ്റ് ആ ചൂടിനകത്ത് തന്നെ ഇരുന്ന്, നല്ല ചൂടാണ് കേട്ടോ. പാത്രത്തിലും നല്ല കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നന്നായിട്ട് ചൂട് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ തീ ഓഫ് ചെയ്തത്. നിങ്ങൾ സാധാരണ പാത്രമാണെന്നെങ്കിൽ ജസ്റ്റ് വെള്ളം ഒന്ന് തളിച്ചിട്ട് ആ തേങ്ങയൊന്ന് വേവാൻ വേണ്ടി മാത്രം നമുക്കൊന്ന് ആവി കയറ്റി എടുത്താൽ മതി. ഇപ്പം നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അവിയലിൻ്റെ പരുവെന്ന് പറയുന്നത്. ഒട്ടും തന്നെ വെള്ളമൊന്നുമല്ല, ജസ്റ്റ് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുള്ള ചീര അവിയലാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യാം. കണ്ടില്ലേ, ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമ്മുടെ ചീര അവിയൽ
കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഇത് ചുവന്ന ചീരയുടെ തണ്ട് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ കാണാൻ നല്ല കളർഫുള്ളായിരിക്കും കേട്ടോ. അല്ലാതെ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല. നന്നായിട്ട് തന്നെ നമ്മൾ ചീര അവിയൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാം കൊണ്ട് ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ചീര അവിയൽ വീട്ടിലുണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചീര അവിയൽ ഉണ്ടാക്കി നോക്കിക്കേ. ഈ ഒറ്റ ചീര അവിയൽ മതിയായിരിക്കും വയറ് നിറച്ച് ചോറുണ്ടാകും. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ഈ ചീര അവിയലിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലെ കുഞ്ഞു ബെൽബട്ടൺ അമർത്താനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളും പുതിയ വീഡിയോകളും ഞാൻ സാധാരണ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇടാറുണ്ട്. അങ്ങനത്തെ പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.